എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നൊരു റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും വിളക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ വിളക്ക് കഴുകാനായിട്ട് എളുപ്പത്തിലൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് കർക്കിടക മാസമാണ്. ഈ സമയത്ത് നമ്മുടെ വിളക്കുകളൊക്കെ കഴുകാനായിട്ട് നല്ലൊരു ടിപ്പ് പറഞ്ഞു തന്നാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന 2 വിളക്കാണ് എടുത്തേക്കണത്. ഈ വിളക്കുകൾ ഞാൻ സ്ഥിരം കത്തിച്ച് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അമ്പലങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ വിളക്ക് കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാനിതിന് മുമ്പ് പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കഴുകിയിരുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക സാധനം കൊണ്ടിട്ടാണ് ഞാനിന്ന് ഈ വിളക്ക് കഴുകണത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരണത്. പരീക്ഷണങ്ങൾ ചെയ്ത് മടുത്തിട്ട് എൻ്റെ ഒരു കസിനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ ഈ പറയുന്ന ടിപ്പ് വെച്ചിട്ട് ഓടുപാത്രങ്ങളെല്ലാം വൃത്തിയാക്കാൻ പറ്റും. അത് വിളക്ക് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വിളക്ക് വൃത്തിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്ന ഈ സീക്രട്ട് ആയിട്ടുള്ള സാധനം എന്താണെന്നറിയോ? കണ്ടോ, ഹാർപ്പിക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് വിളക്കിൻ്റെ മുകളിലത്തെ കരിയൊക്കെ പോവാന്നല്ലേ. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് വിചാരിച്ചത്. ഇത് ക്ലോസറ്റൊക്കെ വൃത്തിയാക്കണ ഹാർപ്പിക്കാണ്. പക്ഷേ നമുക്ക് ഈ ഹാർപ്പിക്ക് സാധാരണ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നത് ആരും വിളക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വട്ടം ഉപയോഗിച്ചിട്ട് ഇത് സക്സസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് വേറെ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പഴക്കമുള്ളതും വൃത്തികേടായിട്ടുള്ളതുമായിട്ടുള്ള ഓടുപാത്രങ്ങൾ കഴുകാൻ ഇതിലും നല്ലൊരു ഉപായം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല എന്ന് തീർച്ചയായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ കാരണം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് എടുക്കുകയാണ്. അത് നിങ്ങളുടെ പാത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് എത്ര ഹാർപ്പിക്കാണോ ഒഴിച്ചത് അത്ര തന്നെ വെള്ളം, കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് കരി പിടിച്ചിട്ടുള്ള നിലവിളക്കാണെങ്കിൽ നിങ്ങൾ സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതല്ല കുറച്ച് കരിയുള്ളൂവെച്ചെങ്കിൽ സ്പോഞ്ചിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രബ് ഉപയോഗിക്കാം. ആദ്യം ഇതൊന്ന് പുരട്ടിയെടുക്കുക, അതല്ലെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉരച്ചെടുക്കണത്. കാരണം സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ചിട്ട് ഉരച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലത്തെ എല്ലാ അഴുക്കും പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമുക്ക് അത്ഭുതം തോന്നും, ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ പാത്രം കറക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓടിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ ഓടുപാത്രങ്ങൾ, പ്യുവറായിട്ടുള്ള ഓടുപാത്രങ്ങൾ മാത്രമേ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അടുത്ത വിളക്കും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ കഴുകണത്. നമ്മൾ ഓട് പൂശിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും ഇത് വെച്ചിട്ട് കഴുകാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് കയ്യിന് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അതല്ലെങ്കിൽ ഒരു ഗ്ലൗസോ ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. അതല്ല അലർജി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നേരിട്ട് കയ്യിലായതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ചില ആൾക്കാർക്ക് ഇത് നീറ്റമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി. കൂടാതെ അപ്പസോഡയും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരു പാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു വട്ടം ഈ നിലവിളക്കൊക്കെ കഴുകി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിലവിളക്കിന് ആദ്യം നല്ല കളർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് കളറൊക്കെ പോയിട്ടൊരു കറുത്ത കളറാണ് വരുന്നത്. അപ്പോൾ ഇതിന് ആ ഒരു ഇതൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. ഓടിന് ഒരു കുഴപ്പവും വരില്ല. ഇനി നമുക്ക് ഈ പാത്രങ്ങളുടെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്ര ക്ലിയർ ആയിട്ടാണ് കഴുകുക. നമ്മൾ വീട്ടിൽ പാത്രം കഴുകണ അത്ര ഒരു ഇത് മാത്രമേ ഉള്ളൂ. മറ്റേത് ഒരു പച്ച കളറൊക്കെ ഉള്ളത് പോവാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ നമുക്ക് ഉരച്ചൊരച്ച് നമ്മുടെ കൈയൊക്കെ വേദനിച്ചിറങ്ങും. ഇപ്പോൾ അതൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ക്ലീൻ ആക്കിയിട്ട് ഓട്ടുപാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്താൽ നമ്മുടെ ഓട്ടുപാത്രങ്ങൾ നല്ല ഒരു സ്വർണത്തിൻ്റെ കളറായിട്ടിരിക്കും. ഇപ്പോൾ ഒന്ന് നോക്കി നോക്കൂ നമ്മുടെ നിലവിളക്കൊക്കെ എത്ര ഭംഗിയായിട്ടിരിക്കണേന്ന്. പക്ഷേ നിങ്ങൾ എപ്പോഴും
നമ്മൾ ഭഗവാന്റെ കാര്യമായ കാരണം കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. ഇതിനായിട്ട് പ്രത്യേകം ഒരു ഹാർപ്പിക്കിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങണം. അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബറും ഇതിനായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു വയ്ക്കണം. അങ്ങനെ എടുത്തു വെച്ചാൽ നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഒരുവിധം എല്ലാ വീട്ടുകളിലേക്കും ആവശ്യമുള്ളൊരു കാര്യമായ കാരണമാണ് ഞാൻ ഈ ഒരു ഹാർപ്പിക്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.